ഹല്ലേലൂയ. നാം വെളിപ്പാട് പുസ്തകമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-6 വാക്യം വരെയാണ് ഇതുവരെ വന്നത്. അത് വല്ലാത്ത വളരെ കഠിനമായ ഒരു വാക്യമാണത്. അതാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17-ന്റെ 5-6 വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം. മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അതാണ് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചത്. സ്തോത്രം. മഹദിയാം ബാബിലോൺ എന്ന ഒരു മുദ്ര അവളുടെ മേൽ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, ദൈവ മക്കളുടെ മേലൊരു മുദ്രയുണ്ട്, കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ മേലൊരു മുദ്രയുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു മുദ്രയുണ്ട്. ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം നമ്മുടെ മേലൊരു മുദ്രയുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് കടന്നു വരുമ്പോൾ പെസഹായുടെ രാത്രിയിൽ അവരുടെ കട്ടിലക്കാലിന്മേലും കുറുപടിമേലും പെസഹാ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സംഹാരകൻ എന്ത് ചെയ്യത്തില്ല? ആ മുദ്രയുള്ള ഭവനങ്ങളുടെ മേൽ കടന്നു വരുവാനിടയത്തില്ല. നമ്മൾ അറിയാതെ തന്നെ ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായ മുദ്ര കൊണ്ട് നമ്മെ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നാം അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി വരാൻ കാരണം. നമുക്ക് മീറ്റിങ്ങിന് വരണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന എന്താ? നമ്മളിലുള്ള ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യാപാരം. ആയതുപോലെ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ആളുകളും നമ്മൾ ചിന്തിച്ചായിരുന്നു. ആ മഹോപദ്രവ കാലത്ത് 666 എന്ന് പറയുന്ന മുദ്ര ഏൽക്കാതെ വിൽക്കാനും വാങ്ങാനും കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ജനം വരും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ നമ്മുടെ പെരയുടെ ആണെങ്കിൽ തന്നെയും ഇനി നമുക്ക് എവിടൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവിടെ റെക്കോർഡിൽ വരിക. ആ റെക്കോർഡ് അനുസരിച്ചാണ് നമ്മളിനി പണം എടുക്കുന്നത്. നമ്മുടെ എല്ലാ വീടുകൾക്കും ഇപ്പോൾ കുടുംബശ്രീക്കാർ QR കോഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീടുകൾക്കും ഇനി QR കോഡ് അടിക്കാൻ പോവുക. അപ്പം നമ്മുടെ വീടിൻ്റെ അളവ്, വിസ്താരം എല്ലാം അവരെടുത്തിട്ട് അവരതിന് QR കോഡ് അടിക്കും. നമ്മുടെ ആലോചിച്ച് നോക്കി, ഈ മുദ്രയെക്കുറിച്ചൊക്കെ, അന്തിക്രിസ്തുവിൻ്റെ മുദ്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടിന് ഇപ്പം മുദ്രയിട്ടിട്ടുണ്ട്. അവരാരെ ഇട്ടേക്കുന്നത്? കുടുംബശ്രീയുടെ ആളുകൾ പ്ലാസ്റ്റിക് വെറുക്കാൻ വരുന്നതിൻ്റെ മുദ്ര. അവരത് ഫോട്ടോ എടുത്താൽ ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് വരും, ഫോട്ടോ എടുത്തിട്ടുണ്ട്, 50 രൂപ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനിയും പഞ്ചായത്തിൽ ഒരു QR കോഡ് നമ്മുടെ വീടിനടിക്കും. അപ്പോൾ അവർക്കറിയാം നമ്മളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അവിടെ അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എതിർ ക്രിസ്തുവിൻ്റെ കാലത്തിൻ്റെ അടുക്കിലേക്ക് നാം വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുവാനോ വരുവാനോ ആധാർ കാർഡ്, ഇപ്പോൾ ട്രെയിനിൽ കയറണമെങ്കിൽ പോലും റിസർവേഷൻ ചെയ്ത് കയറണമെങ്കിൽ ആധാർ കാർഡ് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തിരിച്ചറിയ കാർഡ് കാണിക്കണം, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഭരണത്തിൻ്റെ കാലത്തിലേക്ക് നാം വന്നിരിക്കുക. ഏത് കാര്യവും നമുക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലും അറിയാമെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാം. നമുക്കറിയാമെങ്കിൽ നമ്മുടെ ഏത് കാര്യങ്ങൾ, ടാക്സി, ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ, പ്ലെയിൻ ടിക്കറ്റ് എടുക്കാൻ എവിടെയെങ്കിലും പോകണോ? ഞാൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകാറില്ല, വെള്ളക്കരം അടയ്ക്കാൻ പോകാറില്ല, എല്ലാം മൊബൈലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ അങ്ങനെ എത്തിയിരിക്കുക. അപ്പോൾ ജ്ഞാനത്തിൻ്റെ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കാനിടയായി തീരും. ആ ജ്ഞാനത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് വരിക. ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ 3 മാസം ആകുമ്പോഴത്തേക്ക് ആ കുഞ്ഞ് ആണാന്നോ പെണ്ണാന്നോ എന്നറിയാൻ സാധിക്കും. നമ്മുടെ ഇവിടെ അത് പറയത്തില്ല, എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അത് പറയും. അതവർ ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുക. എന്നിട്ട് മൊബൈല് സ്റ്റാറ്റസും അതുമായിട്ട് വരും. ഗേൾ അല്ലെങ്കിൽ ബോയ് എന്നൊക്കെ പറഞ്ഞ് വരുവാനായിട്ടിടയായി തീരും. അന്ന് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാനായിട്ടിടയായി തീരും. അപ്പം എല്ലാ കാര്യങ്ങളും അറിയാനുള്ള സംവിധാനം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ ഒരു അനുഭവത്തിൻ്റെ വക്കിലേക്ക്, ജ്ഞാനം വർദ്ധിച്ച ആ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എല്ലായിടത്തിലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ട്രെയിൻ ലോൺ മാസ്കിൻ്റെ പദ്ധതിയാണെന്നാണ് പറയുന്നത്. ഒരു ട്യൂബാണ്, വലിയൊരു പൈപ്പിൻ്റെ ട്യൂബ്. ആ ട്യൂബ് നമ്മുടെ റോഡ് പോലെ അത് സ്ഥാപിച്ചിട്ട് നമ്മുടെ റോഡിന് പകരമായിട്ട് റോഡിൽ കൂടെ തന്നെ വലിയ വാട്ടർ പൈപ്പ്, വെള്ളം പോകുന്ന പോലത്തെ
അതങ്ങ് പോകും, എങ്ങും ഒരു കുഴപ്പമില്ലാതെ. മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയിലാണ് അതിൽ കൂടെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അത് പ്രത്യേക രീതിയിലാണ് അത് ഓടുന്നത്. അപ്പോൾ എങ്ങും ഒരു തടസ്സമില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം അരമണിക്കൂർ കൊണ്ട് ചെല്ലും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരാൻ പോകും. അപ്പോൾ എങ്ങും ട്രാഫിക് ബ്ലോക്കും ഇല്ല, ഒരു പ്രശ്നവുമില്ല. മനുഷ്യന്റെ ജ്ഞാനം അതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ആ ഒരു കാലത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഈ അന്ത്യക്രിസ്തുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് പറയുന്നത് പോലെ സഭ ഒരു മർമ്മമാണ്. അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. പൂർവ്വകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നില്ല. ദൈവസഭയെക്കുറിച്ചുള്ളൊരു കാര്യങ്ങൾ പൂർവ്വകാലങ്ങളിൽ അറിയത്തില്ലായിരുന്നു. പഴയ കാലത്ത് വിശുദ്ധന്മാരുണ്ട്, നീതിമാന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരാരും സഭയുടെ അംഗങ്ങളായിട്ടല്ല വരുന്നത്. ആ ഒരു മർമ്മം മനസ്സിലായത് പൗലോസ്ലീഹായിക്കാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബും ഒക്കെ കർത്താവിന്റെ സ്നേഹിതരാ, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാ. പക്ഷേ അവരാരും സഭയുടെ അംഗങ്ങളല്ല. സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ച ആ ഒരു കൂട്ടമാണ് കർത്താവിന്റെ സഭ. അവരാണ് മണവാട്ടി സഭ. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അത് പിന്നീടാണ് മനസ്സിലായത്. പൂർവന്മാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. സ്തോത്രം. അന്ത്യക്രിസ്തുവിന്റെ മണവാട്ടിയാണ് മഗതിയാം ബാബിലോണ്. അപ്പൊ ക്രിസ്തുവിനൊരു മണവാട്ടി ഉണ്ടായിരിക്കുന്ന മർമ്മം പൗലോസിന് വെളിപ്പെട്ടപ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് എടുക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3 വാക്യങ്ങളിൽ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എഫേസ്യർ 3:3 മുതൽ. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. വളരെ ശ്രദ്ധിക്കണം. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം വെളിവായി വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം പൗലോസ്ലീഹായിക്ക് സ്തോത്രം ആരും പറഞ്ഞു കൊടുത്തതല്ലിത്. ദൈവമായ കർത്താവ് വെളിപ്പാടിനാൽ ഒരു മർമ്മം കൊടുത്തു. വെളിപ്പാടിനാൽ ദൈവം ചിലരെ സ്തോത്രം ചില വെളിപ്പാട് നൽകും, ചില വെളിപ്പാട്, ചില ദർശനങ്ങൾ നൽകും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നമ്മുടെ പുതുപ്പരിയാരത്ത് കോളിൻസിന്റെ പിതാവ് BP ജോസ് പാസ്റ്ററെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ പറയാനിടയായി തീർന്നു. ആ സഹോദരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പാസ്റ്റർ ഇങ്ങനെ വീഴുന്നതിന് മുമ്പ്, ഏതാനും ദിവസം മുമ്പ്, പുള്ളിക്കാരി ഒരു ദർശനം പോലെ കണ്ടു. അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവുക. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇന്ന് പറഞ്ഞ് കരയുന്നത് ഞാൻ കണ്ടു. ഒറ്റയ്ക്കാ പോകുന്നതെന്ന് പറഞ്ഞു. അവസാനം പുള്ളിക്കാരൻ കൊണ്ടുപോയില്ല. പുള്ളിക്കാരി നോക്കി നിൽക്കുക. അപ്പൊ അങ്ങ് മറഞ്ഞ് പുള്ളി പൊക്കോണ്ടിരിക്കുക. അവസാനം ഒരു പുട്ടുപോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി ഇവിടെ നിന്ന് കരയുക. ആള് കൊണ്ടുപോയില്ലല്ലോ. രാത്രി ഇങ്ങനെ പോകുന്നൊന്നും അറിഞ്ഞല്ല. ദൈവം ചില സ്വപ്നങ്ങൾ കാണിക്കുന്ന ഞാൻ പറഞ്ഞത്. പൊട്ടുപോലെ മറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഭയങ്കരമായി കരയാൻ തുടങ്ങി. എന്നിട്ട് പുള്ളിക്കാരൻ ഇത് കണ്ട് മടങ്ങി വന്നു എന്ന് പറയുക. സത്യം പറഞ്ഞാൽ മരണത്തിന്റെ വക്കിലേക്ക് പോയതാണ് ദൈവം മടക്കിക്കൊണ്ട് വന്ന അനുഭവം. അവരെന്നോട് പറഞ്ഞു, ചില ദിവസങ്ങളായി ദൈവം അവരോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം ഐസിയുവിൽ കെട്ടുന്ന പേസ് മേക്കർ വെച്ച് ടെമ്പററി ആയിട്ട് വെച്ച് അദ്ദേഹം വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ മോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, എങ്ങനെ എന്നെ ഇവിടെ ഇട്ടിരുന്ന എന്ത് ചെയ്യും? കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. എന്ത് ചെയ്യും? നമുക്ക് പോയാലോ മോനെ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ദൈവം അതിനിടയിൽ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഒരു പൈസ പോലും അടയ്ക്കാനില്ല. ഒറ്റ പൈസ പോലും കൊടുക്കാതാണ് അവരുടെ ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. അവസാനമാണ് ബില്ല് കൊടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ ചില ദർശനങ്ങൾ കാണിക്കും. അതിനുവേണ്ടി നമുക്കൊരു ആഗ്രഹവും താല്പര്യവും വേണം. എത്ര പേര് നമ്മൾ രാത്രി കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു കിടക്കാറുണ്ട്. ദൈവം നമ്മളെ ചില കാര്യങ്ങൾ കാണിക്കും. ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിപ്പാനായിട്ടിടയായി തീരും. സ്തോത്രം. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞത് പൗലോസിന് ആ ഒരു മർമ്മം വെളിപ്പെടാനിടയായി തീർന്നു. അങ്ങനെ സ്തോത്രം. പൗലോസ് ഈ അനുഭവത്തിൽ വന്നതിന് ശേഷം അറേബ്യ മരുഭൂമിയിലേക്കാണ് പോയതെന്നാണ് പറയപ്പെടുന്നത്.
കാരണം അവര് പത്രോസിന്റെ അടുക്കലോ സഭയിലേക്കല്ല പോയത്. ആ മരുഭൂമിയിൽ മോശയെ എങ്ങനെ ദൈവം പഠിപ്പിച്ചു, അതുപോലെ ദൈവമായ കർത്താവ് പൗലൂസിനെ പഠിപ്പിക്കാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത്, വെളിപ്പാടിനാലാണ് എനിക്കൊരു മർമ്മം മനസ്സിലായത്. നമ്മൾ ശ്രദ്ധിക്കണം, പാസ്റ്ററും വിശ്വാസിയും തമ്മിലൊന്നും വേർതിരിവൊന്നുമില്ല കേട്ടോ. ദൈവത്തോട് നമ്മൾ ആര് പ്രാർത്ഥിച്ചാലും സ്തോത്രം, ദൈവം ചില കാഴ്ചപ്പാടും ദൈവം ചില കാര്യങ്ങളും നമ്മളെ കാണിക്കുകയോ അറിയിക്കുകയോ ഒക്കെ ചെയ്യും. ദൈവം നമ്മളെ കാണിക്കുകയും അറിയിക്കുകയും ചെയ്യും. അതിനൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം, അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഒരു മർമ്മം എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 വാക്യങ്ങൾ തന്നെ വായിക്കും. എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവം വെളിപ്പാടിനാലാണ് എനിക്കിത് മനസ്സിലാക്കിയതെന്ന്. അതുകൊണ്ടാണ് കർത്തൃമേശയുടെ കാര്യവും പൗലൂസിനൊരു വെളിപ്പാടിനാലാ മനസ്സിലായത്. കർത്താവിങ്കിൽ നിന്ന് അവൻ എന്ത് ചെയ്തതാ? പ്രാപിച്ചതാ. കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച കാര്യം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ പാദം കഴുകൽ എന്ന് പറഞ്ഞതും കർത്താവായ യേശു ക്രിസ്തു തുടങ്ങിയ ഒരു കാര്യമാണ് അത് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ നിന്നെല്ലാം അന്യം നിന്ന് പോയിരിക്കുക. ഇന്ന് ആളുകൾക്ക് ആർക്കും വിനയപ്പെടാനോ ഒന്ന് താഴാനോ കഴിയില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ ചില മുട്ടാതർക്കങ്ങളൊക്കെ പറയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുക, വായിക്കണ്ട, ഇത് നിങ്ങൾ ചെയ്താൽ ആരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിച്ചും അറിവ് വർദ്ധിച്ചും ഉന്നതഭാവം വർദ്ധിച്ചും എല്ലാ കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ചില ആളുകൾ ഉന്നതമായ നേതാക്കന്മാർ പോലും വിമർശിക്കുക. അതിന്റെ പൊരുൾ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എം.എ. വറീസ് പാസ്റ്റർ എന്ന് പറയുകയാണ്, സ്വോത്ര കാഴ്ച നല്ല കാശ് ഇട്ടില്ലെങ്കിൽ അതിനെ പിച്ചക്കാശ് എന്നും പറഞ്ഞോട് പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ആദ്യ നാളിൽ അദ്ദേഹത്തിന് 7 രൂപ 45 പൈസയായിരുന്നു സ്വോത്ര കാഴ്ച. എന്നാൽ ഇന്നിപ്പം 5 മിഷ്യൻ ഉണ്ടെന്ന് എണ്ണാൻ, 5 മിഷ്യൻ നോട്ട് എണ്ണാൻ, അല്ലെങ്കിൽ എണ്ണി തീരത്തില്ലെന്ന് സഭായോഗം കഴിയുമ്പോൾ. അപ്പൊ 5 മിഷ്യൻ ഉണ്ട്. അതിനകത്തും പുള്ളി പറയുന്നത് ഇപ്പൊ അതിന് ചുരുണ്ട നോട്ട് അങ്ങ് തള്ളിക്കളയുമെന്ന്. അപ്പോൾ ചുരുണ്ട നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുകയില്ലെന്നൊക്കെ അതിനെ ഇട്ടിട്ടുണ്ട്. എനിക്കും കേട്ടപ്പോൾ സങ്കടം തോന്നി. സ്തോത്രം. ഒരാളുടെ വിയർപ്പിന്റെ വിലയും കഷ്ടപ്പാടിന്റെ അനുഭവത്തിൽ നിന്നാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ 2.5 ലക്ഷം രൂപ കൊടുത്തൊരു മിഷ്യൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് മേടിക്കാൻ അവരിയ്ക്കുക എന്ന് പറഞ്ഞു. കാരണം ചുരുണ്ടതാണേലും ഏതാണേലും അത് എല്ലാം കൃത്യമായിട്ട് എണ്ണി 100 കെട്ടായിട്ട് കെട്ടി വൈൻഡ് ചെയ്ത് ഓരോ കെട്ടായിട്ട് ഈ മിഷ്യൻ ഇങ്ങോട്ട് തള്ളിത്തരും. അപ്പൊ 2.5 ലക്ഷം രൂപയാണ് അതിന്റെ അനുഭവം. പെന്തക്കോസുകാര് പോയ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അനുഭവത്തിലേക്കെല്ലാം ആളുകൾ നീക്കിക്കൊണ്ടു. ഈ പൈസ എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ അങ്ങ് ആയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മർമ്മങ്ങൾ ഞാൻ പറയട്ടെ, ഇതിലെ ഒന്നും നാം ഓടേണ്ട കാര്യമില്ല കേട്ടോ. അവരുടെ ഇവരുടെ ഒന്നും എടുക്കൂടെ ഓടണ്ട. അത് ഫ്ലെക്സ് കണ്ട് ഈ ഫ്ലെക്സ് കണ്ടൊന്നും നമ്മൾ ഓടേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ആണെങ്കിൽ ഫ്ലെക്സ് വെക്കാനും പറ്റത്തില്ല. പൊതുസ്ഥലത്ത് ഫ്ലെക്സ് വെച്ചാൽ ശിക്ഷാപതിയാന്നാ പറയുന്നത്. സ്തോത്രം. ഞാൻ പഞ്ചായത്തിൽ മെമ്പറോട് ചോദിച്ചു, നമ്മുടെ ഒരു ബോർഡ് അവിടെ ഇരിപ്പുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റിക്കോളാം എന്ന് പറഞ്ഞു. അല്ലെ കേസാവുമെന്നാ പറയുന്നത്. ഇപ്പൊ കാര്യങ്ങളെല്ലാം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ മർമ്മം പൗലൂസിന് ഒരു വെളിപ്പാടിനാലാണ് മനസ്സിലായത്. വായിച്ചാട്ടെ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മത്തിന്റെ ബോധം നിങ്ങളിത് വായിക്കണം, അറിയാമെന്ന്. എന്നിട്ട് തന്നെയാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 23 വാക്യങ്ങൾ കല്യാണത്തിന് വായിക്കുന്ന ഒരു വാക്യമാ. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാ അത്. സത്യത്തിൽ അത് ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്ര പറയുന്നത്. അപ്പൊ ആ സഭയുടെ മർമ്മം പൗലോസിനാണ് വെളിപ്പെട്ടത്. അതൊന്ന് വായിച്ചു. എഫേസ്യർ 5:23 മുതൽ. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. വളരെ ശ്രദ്ധിക്കണം. സഭ പറഞ്ഞിട്ടാ പറയുന്നത്. സഭ ക്രിസ്തുവിന് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്നേ പറ്റത്തുള്ളൂ. ഇല്ലേ നമ്മുടെ സഭയല്ല. കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു പെണ്ണ് ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവൾ അവിടെ നിൽക്കാൻ പറ്റുന്നത്? ഒരിക്കലും ഭർത്താവിന് കീഴടങ്ങിയില്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല.
സഭ കീഴടങ്ങിയാലേ പറ്റത്തുള്ളൂ. കീഴടങ്ങാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇന്ന് സമൂഹത്തിൽ പറ്റുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഭരിക്കണം, എല്ലാവർക്കും നേതാവാകണം, എല്ലാവർക്കും ഉന്നതിയിലേക്ക് കുഴപ്പമില്ല. പക്ഷേ ആരെങ്കിലും ഒന്ന് ഒഴിരാതെ പറ്റുമോ? എല്ലാവർക്കും ഒരുപോലെ ആകാൻ പറ്റുമോ? അപ്പോ കീഴടങ്ങേണ്ടടുത്ത് കീഴടങ്ങണം. ഭാര്യ എന്താ എഴുതിയിരിക്കുന്നത്? സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ സഭ ക്രിസ്തുവിന് കീഴടങ്ങണം. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്ര പറയുന്നത്. സ്തോത്രം. ഇതിന്റെ ആദ്യം മുതൽ വായിച്ചു. സ്തോത്രം. ഇപ്പൊ വായിച്ചത് മുതല് സ്തോത്രം. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരുന്ന പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിനും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സകലത്തിലും എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരോട് പറയുന്നു, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം പറയുമ്പോ ഇതെന്തിനാ പറയുന്നത് ചോദിക്കും. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാ. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ എങ്ങനെയാ സ്നേഹിച്ചത്? തന്റെ പ്രാണൻ കൊടുത്താ സ്നേഹിച്ചത്. അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിയാ സ്നേഹിച്ചത്. ആ ഒരു സ്നേഹം കുടുംബജീവിതത്തിലും വേണം. ഭാര്യമാരെ ഭർത്താക്കന്മാർ അതുപോലെ സ്നേഹിക്കണം. സഭയുടെ കാര്യമാ പറയുന്നെങ്കിൽ ഉദാഹരണമായിട്ട് പറയുക. ക്രിസ്തു എങ്ങനെയാ സഭയെ സ്നേഹിച്ചത് അതുപോലെ ഭാര്യമാരെ ഭർത്താക്കന്മാർ സ്നേഹിക്കണം. അടുത്തത്, അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ സഭയെ എങ്ങനെയാണ് ശുദ്ധവും നിഷ്കളങ്കയുമായി സഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ശുദ്ധമായിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് സ്നേഹിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കുരുക്കാണെങ്കിലൊന്നും നമ്മുടെ ബുക്കിൽ കയറുണ്ടെന്ന് ഓർത്ത് സ്വർഗത്തിൽ പോകത്തില്ല. വിശ്വാസത്തിൽ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിഷ്കളങ്കതയുമില്ല, കുരുക്കും ഒക്കെ ആണെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ സന്നിധി പോകാൻ പറ്റുകയില്ല. സഭയെ സ്തോത്രം എങ്ങനെയാണ് ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. സ്വന്തം ശരീരങ്ങളെ പോലെ സ്വന്തമായിട്ട് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളും എന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കണം. ചിലയിടത്ത് ഭർത്താക്കന്മാര് ചായക്കടയിൽ കയറി നന്നായിട്ട് കഴിക്കും, ഭാര്യമാരിവിടെ കടുങ്കാപ്പിയും കാന്താരിയും പൊട്ടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള ആളുകളെ എനിക്കറിയാം. കാരണം സത്യം പറഞ്ഞാൽ അത് കുടുംബത്തിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കത്തില്ലേ? ചിലയിടത്ത് അങ്ങനെ. കാരണം ചിലർക്ക് അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, അവരവരുടെ കാര്യങ്ങൾ മാത്രം. സ്തോത്രം. ശ്രദ്ധിക്കണേ, അങ്ങനെയല്ല. ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാർ അവരവരെ സ്നേഹിക്കുന്നത് പോലെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. പുരുഷന്മാർക്കൊരു രോഗം വന്നാൽ വലുതാ, സ്ത്രീകൾക്ക് രോഗം വന്നാൽ ചെറുതാ. അങ്ങനെ ഉണ്ട്. കാരണം അത് കുഴപ്പമില്ല. നമുക്കാണെങ്കിലോ പുരുഷന്മാർക്കൊരു രോഗം വന്നാൽ ചെറിയൊരു ജലദോഷവും ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കാനിങ് വരെ നടത്തും. അതേസമയം സ്ത്രീകൾക്കാണെങ്കിൽ അത് സാരമില്ല, ഇച്ചിരി ചുക്കും കുരുമുളകും കുടിച്ചാൽ മതി എന്ന് പറയാം, അതങ്ങ് പൊക്കോളൂ എന്ന് പറയാം. അതാ വ്യത്യാസം. കാരണം കർത്താവിന്റെ വചനം പറയുകയാണ്, ഭർത്താക്കന്മാർ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ സ്നേഹിക്കുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോഴാണെങ്കിലും കേൾക്കുമ്പോഴാണെങ്കിലും ഭാര്യയെ ഒരുത്താൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെത്താൻ സ്നേഹിക്കുന്നവനാണ്. അടുത്തത്, ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. ദൈവമക്കളെ, ആ വാക്കിന്റെ മർമ്മം ഒന്ന് മനസ്സിലാക്കിക്കേ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. കർത്താവ് തന്റെ സഭയെ എന്ത് ചെയ്യും? പോറ്റി പുലർത്തും. എല്ലാ വാതിലുകൾ അടഞ്ഞാലും, എല്ലാ വഴികൾ അടഞ്ഞാലും, ആരും നിന്നെ സഹായിക്കുകയില്ലെന്ന് പറഞ്ഞാലും, സ്തോത്രം, ക്രിസ്തുവിന്റെ വകയാണോ നീ, അവൻ പോറ്റി പുലർത്തും. ചില സഭകളില് സ്തോത്രം ദൈവദാസന്മാർക്ക് സ്വോത്ര കാഴ്ചയോ ദശാംശമോ ഒന്നും കൊടുക്കാത്ത ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവരെ വിഷമിച്ച് ജീവിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഉള്ള മത്സരത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട്.
പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ എന്നാന്ന് ചോദിച്ചാൽ ആര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ദൈവം തമ്പുരാൻ അവയെ എന്ത് ചെയ്യും? സഭ ക്രിസ്തുവിനെ എങ്ങനെ പോറ്റി പുലർത്തും. അപ്പൊ ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി, ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി ദൈവം പോറ്റി പുലർത്തുക. എനിക്ക് മുമ്പായിട്ട് നേരത്തെ എന്നെ ഓർപ്പിച്ചിട്ടുള്ളതാ. ഇവിടെ ഒരു പാസ്റ്റർ ബേവിച്ചെന്ന് പറഞ്ഞൊരു പുള്ളി കുറച്ചുനാൾ ഇവിടെ താമസിച്ചായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വീടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സഹായമായിരുന്നത്. അപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമംഗലത്ത് ഗൾഫിൽ നിന്ന് ഒരാൾ ജോലി നിർത്തി അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഒരു കുടുംബം വന്നു. അവര് രാവിലെ ഞായറാഴ്ച എഴുന്നേറ്റേച്ച് രാമംഗലം സ്റ്റാൻഡിലോട്ട് ചെന്നിട്ട് ഓട്ടോക്കാരോട് പറഞ്ഞു, പാമ്പാക്കട എങ്ങാണ്ട് ബന്ധുക്കൂസുകാരുടെ ഒരു ആരാധനയുണ്ട്, അവിടോട്ട് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഉടനെ ഈ ഓട്ടോക്കാരൻ പറഞ്ഞു, പാമ്പാക്കടയ്ക്ക് പോകണ്ട ചേട്ടാ, ഈ കിഴിമുറിയിൽ ഒരു ആരാധനയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷമായി. അപ്പൊ ഇവിടം വരെ വന്നാൽ മതിയല്ലോ. അവരിവിടം വരെ വന്നു. സത്യത്തില് ഇവര് വിഷമിച്ച് കഴിയുമായിരുന്നു. സ്തോത്രം. ഇവരെല്ലാം ഗൾഫിൽ നിന്നെല്ലാം വൈൻഡപ്പ് ചെയ്ത് അമേരിക്കയ്ക്ക് പോവാ. അവര് കൊണ്ടുവന്ന ഡ്രസ്സും ഇവിടുത്തെ കൊച്ചുങ്ങൾക്കും അവര് പോകുന്നിടം വരെ ഇവരുടെ കാര്യം അവരാ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ പോറ്റി പുലർത്തുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവർക്ക് വേണ്ടുന്നതെല്ലാം വിദേശത്തു നിന്ന് കൊണ്ടുവന്നതെല്ലാം ഇവർക്ക് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ ആ ഓട്ടോക്കാരനെ കൊണ്ട് ദൈവം പ്രവർത്തിച്ച് നിങ്ങൾ മനസ്സിലായി. ഇവര് പാമ്പാക്കടയ്ക്കോട്ട് ചെന്ന് ലഭിക്കേണ്ട നന്മയാ. പാമ്പാക്കടയിലോട്ട് പോകേണ്ട നന്മ എവിടോട്ട് വന്നു? കിഴിമുറിയിൽ ഇരുന്ന പാസ്റ്ററിന്റെ അടുക്കലേക്ക് വന്നു. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. അവൻ തന്റെ സഭയെ എന്ത് ചെയ്യുന്ന? പോറ്റി പുലർത്തുന്നവനാ. നമുക്ക് ജോലി ഉണ്ടേലും ഇല്ലേലും കർത്താവ് പോറ്റി പുലർത്തും. കർത്താവ് തന്റെ സഭയെ പോറ്റി പുലർത്തിക്കൊള്ളും. അതിനകത്ത് ഒരു മടി, ഒരു സംശയവും നമുക്ക് വേണ്ട. നമ്മൾ അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിൽ വിശ്വസിച്ചാൽ മതി. അവൻ പോറ്റി പുലർത്തും. നമ്മുടെ ആവശ്യം എന്താണോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. നാം എന്ത് ആഗ്രഹിക്കുന്നോ, അതിന്മേൽ ആവശ്യിക്കുന്നോ, അതിന്മേൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യം അങ്ങ് പറ. കിടക്കാൻ പോകുന്നതിന് മുമ്പും ദൈവത്തോടൊന്ന് പറ. നമ്മുടെ കാര്യങ്ങളൊന്ന് പറ. സ്തോത്രം, ഹല്ലേലൂയ. കാര്യങ്ങളൊന്ന് പറ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വിഷയം ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത നമ്മൾ ദൈവത്തോട് പറയണം. ഞാൻ ബിന്ദുമോളുടെ വിഷയം 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഹോളിനകത്തിന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഞാൻ വന്ന് കഥ കടച്ചിട്ട് ഇവിടെ ചുറ്റി നടന്ന് ഇതിനകത്തൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചുറ്റി നടന്ന്. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനൊന്നുമല്ല കേട്ടോ, മറ്റുള്ളവർ പറയുന്ന പോലെ. അപ്പോൾ ഞാൻ ചുറ്റി നടന്ന് കർത്താവിനോട് ഇതിൻ്റെ ആവശ്യം പറയുമായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ നിന്നയൊന്ന് മാറ്റണമേ. ഞാൻ ഇപ്പൊ പരസ്യമായിട്ടത് പറയുന്നില്ല, ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. കർത്താവെ, നിന്നയൊന്ന് മാറ്റണമേ, നിന്നയൊന്ന് മാറ്റണമേ. എന്റെ നിന്ന ഇന്ന് രാത്രിയില് ദൈവത്തോടൊന്ന് പറ, നീ എന്റെ നിന്നയൊന്ന് മാറ്റണമേ, എന്റെ വിഷയങ്ങളുടെ മേലൊന്ന് പ്രവർത്തിക്കണമേ. നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ സ്തോത്രം, കർത്താവ് മനസ്സലിയും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ എന്താണ്? സമീപസ്ഥനാ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാ. നമ്മുടെ പ്രാർത്ഥന ദൈവവുമായിട്ട് ഉള്ള ബന്ധമാണ്. യാക്കോബിന്റെ നേരെ 400 ആളുമായിട്ട് ഏശാവ് വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സകലത്തെയും യാക്കോബ് കടവ് കടത്തിയിട്ട് അവൻ ആ കടവിനക്കരെ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. അവൻ ദൈവത്തോട് മല്ല് പിടിച്ചെന്നാ പറഞ്ഞത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, അവന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യല, വിടുകയല്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയല്ല. അതിലങ്ങ് മുറുക്ക പിടിക്കുക. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. നമ്മൾ ഒത്തിരി സമയം ഇരിക്കുന്നതിലല്ല, ദൈവത്തോട് നമ്മൾ ഹൃദയം തുറന്ന് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഐകമത്യയോടെ. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട്. 2 പേർ ഐക്യബന്ധപ്പെടുന്ന ഏത് വിഷയത്തിലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ അത് നൽകി തരാമെന്ന് കർത്താവ് പറയുക. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് പറയണം, ഐക്യമത്യത്തോടെ ദൈവത്തോട് പറയണം. ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനാ. സ്തോത്രം. അവൻ പോറ്റി പുലർത്തുന്ന ദൈവം മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എത്ര പേരുടെ സാക്ഷ്യമാണ് നമുക്ക് കേൾപ്പാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തി. അവൻ സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക എത്ര ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. എന്നിട്ട് പറയാ, ഇത് ഭാര്യയും ഭർത്താവിന്റെയും കൂടെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ മർമ്മം
വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചു. ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞു വന്ന കാര്യം എന്തുവാ? ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. ഇനി ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇതെല്ലാം ഇട്ടിട്ട് പോകും. നാം കർത്താവിന്റെ കാന്തയാ, അവന്റെ മണവാട്ടിയാ. അവിടെ അമ്മയും മക്കളും ഒന്നോ അപ്പനും മക്കളും ഒന്നുമില്ല. കർത്താവിന്റെ വകയാ നമ്മള്, കർത്താവിൻ്റെതായി മാറാനുള്ളവരാ. നമ്മുടെ ചിന്തയിലോ നിരൂപണത്തിലോ ഒന്നും നാം എന്താകുമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ കുളത്തിലും കിണറ്റിലും കിടക്കുന്ന തവളെ പോലെ ആയിരിക്കുന്ന ഒരു അനുഭവം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ കാണാത്ത എന്തോരം കാര്യങ്ങളാ ഉള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ, നമ്മുടെ ചെറുപ്പത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ, ഇന്ന് നമ്മൾ കഴിക്കുന്ന കാരണങ്ങൾ ഏതെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ മോഡേൺ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. എന്നാൽ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നില്ലേ? ദൈവം നമ്മളെ ഇത്രയും കൊണ്ടുവന്നില്ലേ? സ്തോത്രം. അതുകൊണ്ട് ഒരു വാക്യൊന്നോട് വായിച്ചു. ക്രിസ്തുവിനെയും സഭയെ കുറിച്ച് അത്രേ പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും എന്നിട്ട് പറയാ, നിങ്ങളും ഓരോരുത്തൻ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-10 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-10. ഞാൻ കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് യോഹന്നാനോട് കർത്താവ് പറയുക, ദൈവത്തിന്റെ ദൂതൻ പറയുക. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-10. അന്ത്യപാത 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തന് വന്ന് എന്നോട്, വരിക, കുഞ്ഞാട്ടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാ എന്ന് പറഞ്ഞു. അവൻ കേട്ടോ പ്രിയമുള്ളവരെ, ഇത് ഭാവിയിൽ നടക്കുന്ന കാര്യമാണ്, നമ്മൾ പോകുന്ന സ്ഥലമാണ്. ഞാൻ കുഞ്ഞാട്ടിന്റെ കാന്തയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കർത്താവ് ഇപ്പോൾ അവന്റെ കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച ആളുകളെല്ലാം അവന്റെ കാന്തയാ. ആ ഒരു കൂട്ടത്തെ, അവരെയാണ് പുതിയ യെരൂശലേമിലേക്ക് വരിക. ആ പുതിയ യെരൂശലേമിന്റെ അനുഭവത്തിലേക്ക് വരിക. അവരാണ് കാന്ത. ആ ഒരു അനുഭവം ഇവിടെ കിടന്ന് നമ്മൾ കഷ്ടം കടിക്കുക ഓരോ കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ ആരാ അധ്വാനിക്കാത്ത? ഇവിടുത്തെ വിശ്വാസികളെല്ലാം ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരാ. ഇവിടെ കഷ്ടം കടിക്കുക നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഈ കഷ്ടപ്പാടും കണ്ണുനീരും ഒക്കെ മാറുന്നൊരു സമയമുണ്ട്. നമ്മുടെ വേദന മാറുന്നൊരു സമയമുണ്ട്. നമുക്ക് ആശ്വാസം തരുന്നൊരു സമയമുണ്ട്. ഈ കൂടാരത്തിൽ ഞരക്കിക്കൊണ്ടല്ലാതെ കഴിയാൻ പറ്റും. ഈ കൂടാരത്തിൽ ഞരക്കവല്ലേ? ഇപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഞരക്കവല്ലേ? അവിടെ വേദന, ഇവിടെ വേദന, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം എന്ന ഒരു സമാധാനം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ എന്താ സമാധാനം? ഒരു കുടുംബം ആരംഭിക്കുമ്പോൾ, ഒരു കുഞ്ഞായിരിക്കുമ്പോൾ അതിന്റെ പ്രശ്നം തുടങ്ങുക. അവസാനം കുടുംബമായി, കല്യാണം കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളായി, കുഞ്ഞുങ്ങളുടെ ഭാരമായി, അതിനുശേഷം പിന്നെ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരമായി. എന്തോ ഒരു ഭാരമാണ്. നമ്മുടെ ഭാരങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ ഭാരം മാറുന്ന എന്നാന്നറിയാമോ? കർത്താവിന്റെ കാന്തയായി നാം തീരുന്നൊരു സമയമുണ്ട്. കുഞ്ഞാടിന്റെ കാന്തയെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, പുതിയ യെരൂശലേം, ഈ ഭൂമിയിലുള്ളതല്ല കേട്ടോ, കൈപ്പണിയല്ലാത്ത കർത്താവ് നിർമ്മിച്ച അതിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ, ഭർത്താവിനായി അലങ്കരിച്ച വിശുദ്ധ നഗരം, സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. കുഞ്ഞാടിന്റെ കാന്ത അതാണെങ്കിൽ അന്തിക്രിസ്തുവിന്റെ കാന്തയാണ് മഹദിയാം ബാബിലോൺ. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ഒരു മത നേതാവാണ്. അതിനകത്ത് കള്ളപ്രവാചകനായിട്ട് നിൽക്കുന്ന ഒരു മത നേതാവാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവനാണ് ഉപായ രൂപേനെ ഒരു മത നേതാവ്. അത് ക്രിസ്തീയ മത നേതാവ് തന്നെ ആയിരിക്കും കുഞ്ഞാടിന്റെ വേഷം കെട്ടി വരുന്നത്. അവരെയെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളുന്ന സമയമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് സഭയുടെ അംഗങ്ങളാകാൻ കർത്താവ് നമ്മളോട് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വന്ന് പാടി കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഈ ശ്രേഷ്ഠമായ പദവി ദൈവം നമുക്ക് തന്നു. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വരുന്നത്.
നമ്മൾ ഈ വരുന്നതിന്റെ എല്ലാം പ്രതിഫലം എപ്പോഴാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴാണ് നാം ഓടിയതിനും അധ്വാനിച്ചതിനും ഒക്കെ പ്രതിഫലമുള്ളത്. സ്തോത്രം. ആകയാൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.